ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെട്ടു. തുടർ തോൽവികളിലും ഡൽഹി നിരയിൽ ഒരാൾ തലയുയർത്തി നിൽക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ 235 റൺസ് പിന്തുടരുന്ന ഡൽഹി അവസാന 8 ഓവറിൽ വിജയത്തിന് വേണ്ടത് 124 റൺസ്. നന്നായി കളിച്ചിരുന്ന പൃഥ്വി ഷാ 66 റൺസുമായി മടങ്ങി. അഭിഷേക് പോറൽ അത്ര മികച്ച ഫോമിലല്ല. അപ്പോൾ ക്രീസിലെത്തിയ ട്രിസ്റ്റൻ സ്റ്റബ്സിലേക്ക് വിജയത്തിന്റെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടു. നേരിട്ട 3-ാം പന്തിൽ തന്നെ 6 പറന്നു. ആദ്യ 5 പന്തിൽ വന്നത് 2 6 ഉൾപ്പെടെ 16 റൺസ്. IPL-ൽ 2022 മുതൽ സ്റ്റബ്സിന്റെ സാന്നിധ്യമുണ്ട്. ആദ്യം മുംബൈ ഇന്ത്യൻസിൽ. പക്ഷേ 2 സീസണിലായി ലഭിച്ചത് 4 മത്സരങ്ങൾ മാത്രം. ഇത്തവണ ഡൽഹിയിലെത്തിയപ്പോൾ കഥ മാറി. 5 മത്സരങ്ങൾ, 45.3 ശരാശരി, 172 സ്ട്രൈക്ക് റേറ്റ്, അതിർത്തി കടന്നത് 10 സിക്സുകൾ. റിവേഴ്സ് കൂപ്പുകളും സ്ലോഗ് സ്വീപ്പുകളും ഡ്രൈവുകളും പിറന്നുകൊണ്ടിരുന്നു. മുംബൈ ഇന്ത്യൻസിനെതിരെ 19 പന്തിൽ അർദ്ധ സെഞ്ചുറി. അവസാന 10 ബോളുകളിൽ ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടത് 43 റൺസ്. ഇതിൽ സ്റ്റബ്സിന് ലഭിച്ചത് 2 പന്ത് മാത്രം. അല്ലെങ്കിൽ അത്ര സാധ്യമല്ലാത്തൊരു ലക്ഷ്യം ഡൽഹി മറികടന്നേനെ. രാജസ്ഥാൻ റോയൽസിനെതിരെയും സമാന സാഹചര്യം. അവസാന 9 ഓവറിൽ വിജയിക്കാൻ വേണ്ടത് 89 റൺസ്. 19 പന്തിൽ 40 റൺസുമായി സ്റ്റബ്സ് കഴിയാവുന്നത്ര പൊരുതി നോക്കി. പക്ഷേ വിജയത്തിലേക്കെത്താൻ ഡൽഹിക്ക് കഴിഞ്ഞില്ല. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൽ നിന്നാണ് ഈ യുവതാരത്തിന്റെ വരവ്. പ്രായം വെറും 23 വയസ്സ്. വെടിക്കെട്ട് ബാറ്റിങ്ങിന് എക്കാലവും പേരുകേട്ട താരങ്ങളുടെ നാട്. ഹെർഷൽ ഗിബ്സ്, AB ഡിവില്ലിയേഴ്സ്, ഇവരുടെ ബാറ്റിംഗ് വിസ്ഫോടനം ക്രിക്കറ്റ് ലോകത്തെ ഏറെ വിസ്മയിപ്പിച്ചതാണ്. ഇനി ട്രിസ്റ്റൻ സ്റ്റബ്സിന്റെയും ഹെൻറിച്ച് കാൾസന്റെയും നാളുകൾ. ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ ആരാധകർക്ക് വിരുന്നൊരുക്കട്ടെ.